ഇന്നൊരു ചിക്കൻ ന്യൂഡിൽസ് ഉണ്ടാക്കുന്നതുണ്ടല്ലോ, അൺഫിൽറ്റേർഡ് വേർഷൻ ഓഫ് കുക്കിംഗ് കാണാം. പൊതുവെ വീട്ടിൽ എങ്ങനെയാണ് കുക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. രസമായിരിക്കും. നഫറത്ത് കൊട്ടാരത്തിൽ വാഴും കണ്ണാടിപ്പറമ്പ് നോക്ക്. മറ്റേതാണ് എന്താണ് എന്റെ വീട്ടിൽ ഞാൻ രാജ, നീ എന്നെ അടിമ. വീട്ടിൽ നീ ബംഗാളി. എല്ലാത്തിനും ഉത്തരവ് എന്ന് പറഞ്ഞു. ഞാൻ ഈ പാത്രം എടുത്തപ്പോഴേ പറഞ്ഞതാണ് ഗൈസ്, ഇതിലിത് ഫിറ്റ് ആവില്ലെന്ന്. പറഞ്ഞാൽ കേൾക്കണ്ടേ? ഇപ്പം ഇതാ കണ്ടില്ലേ മുക്കറ ഇടുന്നത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ചെയ്യുന്ന തഗ് പറയാനല്ല ഞാൻ പറഞ്ഞത്. കെട്ടിയനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ചധികം പുച്ഛമുണ്ട്. പിന്നെ ഇച്ചിരി പേടിയില്ല. ശരിയാക്കണം. നമ്മൾ മുളക് വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ മാസം കാണുന്നുണ്ടെങ്കിലും ഗൈസ്, നിങ്ങൾ ആരും കാണാതെ ഇതിനെല്ലാം ചായൻ ഏങ്ങി കരി, ഇവിടെ പൊട്ടി കരി. ചായ என்ன செஞ்சிட்டு இருக்க நீ? கோழியை கட் பண்ணிட்டு இருக்கேன். எதுக்காக? இன்னைக்கு ஒரு புடி அதான் ஒரு புடி இல்ல இல்ல எல்லாரும் வாங்க. கோழி 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 கோழി കോഴി എവിടെ ഒരു തവണ കൂടെ പറഞ്ഞത്? അലോണ ഒരു തഗ് പറഞ്ഞതാണ്. ഇത് ബ്രോയിലർ കോഴി, ഇത് നാട്ടുകോഴി. നാട്ടുകോഴിക്ക് ഒരു എല്ല് കൂടുതലാ, അത് ശരിയാ. ഞങ്ങളുടെ അടുക്കളയിലുള്ള ഈ മെസ്സ് കണ്ടാരും കണ്ണ് തള്ളരുത് ഗൈസ്, ബിക്കോസ് വളരെ കുഞ്ഞടുക്കളയാണ്. ആൻഡ് നമുക്ക് ഷെൽഫില്ലാത്തത് കൊണ്ട് വേറെ എവിടെയും വെക്കാൻ ഓപ്ഷൻ ഇല്ല. സോ നമ്മൾ പാത്രങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെക്കും. എന്ത് ചെയ്യുക, അടുത്ത പ്രാവശ്യം കാണിക്കുമ്പോഴത്തേനും കുറച്ചും കൂടി സ്വർഗമാക്കി കാണിക്കാം അടുക്കള. ട്രൈ ചെയ്യാട്ടോ. നിങ്ങൾ വെക്കുമ്പോൾ കുറച്ചുകൂടി വലിയ ചട്ടി വെക്കണം ഗൈസ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ മുക്ക കുത്തേണ്ടി വരും. ഞങ്ങളിവിടെ മുക്കറ കുത്തുന്നതായിരിക്കും. ഇതിലേക്ക് നമ്മൾ ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കും. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് വയ്ക്കുന്നത്. നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണ്? നൂഡിൽസ് നമ്മൾ കെട്ടിപ്പിടിക്കാതിരിക്കുക, അവർ വിട്ട് വരണം. We are mingles, but we don't like mingling. We only like singles. ഞാൻ എന്തുകൊണ്ടാണ് കഴിച്ചിരിക്കുന്നത്? ഞാൻ പാപ്പം തിന്നു. പാപ്പം തിന്നാൻ എനിക്ക് നല്ല കാശ് ആയതുകൊണ്ട് ഞാൻ പാപ്പം തിന്നു. എനിക്ക് അതെ കാശ് നടന്നിരിക്കുന്നുണ്ട്. ഞാൻ പാപ്പം വെച്ച് തിന്നു. നല്ല വീട്ടിലെ കുട്ടികൾ അങ്ങനെ പാപ്പം തിന്ന് നല്ല കുട്ടികളാണ്. അപ്പോൾ അവർക്ക് നിങ്ങളെ പോലെ ക്ലാസ്സുകൾ അതിന് തടി വെച്ചു എന്ന് പറയും. തടിയല്ല, അതന്നെ. അതെ, പിന്നെ ഇതിലേക്ക് അങ്ങനെ പറയാം. സോ കലവിലക്കും വർത്തമാനത്തിനും ഇടയിൽ ഇവിടെ ന്യൂഡിൽസൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊരു ചട്ടി വേറെ വെച്ചിട്ട് എണ്ണ ചൂടാക്കി അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം തന്നെ ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ കഴിക്കുന്ന കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് വെജിറ്റബിൾസും ആഡ് ചെയ്യാം കേട്ടോ. നൂഡിൽസിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ തമ്മിൽ ട്രോളാൻ ഞങ്ങൾക്ക് ഭയങ്കര കഴിവാണ് ഗൈസ്, ഒന്നും പറയണ്ട. പിന്നെ ഇത് മുട്ട നമ്മൾ കുറച്ചൊന്ന് സ്ക്രംബിൾഡ് എഗ്സ് ആയിട്ട് നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തത് ഇതുപോലെ ഒന്ന് പിച്ചി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ സോയാ സോസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അതെല്ലാം ഒന്ന് ക്വിക്ക് മിക്സ് കൊടുത്തതിന് ശേഷം നമുക്ക് നേരെ നമ്മുടെ ന്യൂഡിൽസ് ഇതിലേക്ക് തട്ടാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ കുറച്ച് ക്രഷ്ഡ് ആയിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പൊക്കെ ഇതിന് സമാസമം നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ എല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ ഇനിയിപ്പം കാണിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ, ബിക്കോസ് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഫുഡൊക്കെ ആയിട്ടുണ്ട്, ഇനി ഇത് കഴിക്കണം. അപ്പോൾ ഇന്നത്തെ കോലാഹലം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.